തൃശൂർ പൂരം നടത്തിപ്പിനായി പ്രത്യേക യോഗം വിളിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തൃശൂർ കളക്ട്രേറ്റിൽ ഇന്ന് രാവിലെ 10 മണിക്ക് യോഗം നടക്കും. കേന്ദ്രമന്ത്രിയുടെ നേതൃത്വത്തിൽ കളക്ടറും ജില്ലയിലെ മന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കും. വിവരങ്ങളുമായി ഹരീഷ് ചേരുകയാണ്. ഹരീഷ്, നമുക്കറിയാം കഴിഞ്ഞ തവണ ഈ വെടിക്കെട്ട് നിർത്തിവെക്കണമെന്നടക്കമുള്ള ഒരു സമീപനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അവസാനം പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു വീഴ്ചയുണ്ടായി. രാത്രിയിലെ വെടിക്കെട്ട് തിരുവമ്പാടി ദേവസ്വം നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ തവണ തൃശ്ശൂർ പൂരത്തിന്. ഇതെല്ലാം ഒഴിവാക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാക്കിയെടുക്കാനാണോ ഒരല്പം നേരത്തെയാണെങ്കിൽ കൂടിയും ഇപ്പോൾ കേന്ദ്രമന്ത്രി യോഗം വിളിച്ചിരിക്കുന്നത്? സ്വപ്ന, തീർച്ചയായും കഴിഞ്ഞ തവണ തൃശൂർ പൂരത്തിനിടെയുള്ള അനിഷ്ട സംഭവങ്ങൾ കണക്കിലെടുത്താണ് ഇപ്പോൾ ഈ കേന്ദ്രമന്ത്രിയുടെ ഇടപെടൽ. ഭക്തജനങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക, വെടിക്കെട്ട് എല്ലാവർക്കും കാണുവാനുള്ള സൗകര്യമൊരുക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായും ഈ യോഗത്തിൽ ചർച്ചയാവുക. രാവിലെ 10 മണിക്ക് തൃശൂർ കളക്ടറേറ്റിൽ നടക്കുന്ന യോഗത്തിൽ ജില്ലയിലെ മന്ത്രിമാരായ കെ രാജൻ, ആർ ബിന്ദു, ജില്ലാ കളക്ടർ, സിറ്റി പോലീസ് കമ്മീഷണർ, പെസോ ഉദ്യോഗസ്ഥർ തുടങ്ങി പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. യോഗത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നേരിട്ടാണ് എത്തുന്നത്. അതിന് മുന്നോടിയായി ഈ പെസോ ഉദ്യോഗസ്ഥർ കളക്ടർക്കും അതുപോലെ തന്നെ കമ്മീഷണർക്കും ഒക്കെ ഈ വടക്കുംനാഥ ക്ഷേത്ര മൈതാനി ഇന്നലെ തന്നെ സന്ദർശിച്ചിരുന്നു. നിലവിൽ സ്വരാജ് ഗ്രൗണ്ടിലെ ഫയർ ലൈനിൽ നിന്ന് 100 മീറ്റർ അകലിൽ നിന്നാണ് വെടിക്കെട്ട് കാണാൻ സാധിക്കുക. ഇത് 60 മീറ്ററായി ചുരുക്കുവാനുള്ള ഒരു സാധ്യതകളാണ് ഇന്നിപ്പോ പ്രധാനമായും പരിശോധിക്കുന്നത്. സാധ്യമായാൽ പൂരപ്രേമികൾക്ക് വെടിക്കെട്ട് സുഗമമായി കാണുവാനുള്ള സാധിക്കും. അതിനുവേണ്ടിയുള്ള ഒരു സൗകര്യം ഒരുക്കുക എന്നുകൂടി ഈ ഒരു മീറ്റിംഗ് കൊണ്ടുകൂടി ഉദ്ദേശിക്കുന്നുണ്ട്. നാളെ ഈ യോഗത്തിന് ശേഷം തുടർ നടപടികൾ എന്തായാലും ഉണ്ടാകും. ഈ പെസോ ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ വടക്കുംനാഥ ക്ഷേത്ര മൈതാനി സന്ദർശിച്ച കേന്ദ്രമന്ത്രി ഈ സ്ഥിതിഗതികൾ കൃത്യമായി വിലയിരുത്തും. അതിനുശേഷമായിരിക്കും ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. എന്തായാലും കഴിഞ്ഞ തവണയുണ്ടായ തൃശൂർ പൂരത്തിലെ പ്രതിസന്ധികൾ അത് പൂർണ്ണമായും ഒഴിവാക്കി ഈ ഭക്തർക്ക് അല്ലെങ്കിൽ പൂരപ്രേമികൾക്ക് അത് സുഗമമായി തൃശൂർ പൂരം ദർശിക്കാനും ഈ പൂരത്തിൽ പങ്കെടുക്കാനും അതുപോലെ തന്നെ വെടിക്കെട്ട് ദർശിക്കാനുമുള്ള ആ ഒരു സൗകര്യം ഒരുക്കുക എന്നത് ഉള്ളത് തന്നെയാണ് ഈ ഒരു മീറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ടാണ് സുരേഷ് ഗോപി അടക്കം നേരിട്ട് ഇതിൽ ഇടപെട്ട ഒരു തീർപ്പ് കൽപ്പിക്കുന്നത്. എന്തായാലും ഇന്ന് 10 മണിയോടുകൂടി കളക്ടറേറ്റിൽ ആ ഒരു യോഗം ചേരും. അതിനുശേഷമായിരിക്കും കൂടുതൽ വ്യക്തത ഈ ഒരു കാര്യത്തിൽ വരിക. സ്വപ്ന, തൃശൂർ പൂരം നടത്തിപ്പിനായി പ്രത്യേക യോഗം വിളിച്ചിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. രാവിലെ 10 മണിക്ക് തൃശൂർ കളക്ടറേറ്റിലാണ് യോഗം. കളക്ടറും ജില്ലയിലെ മന്ത്രിമാരും അടക്കം യോഗത്തിൽ പങ്കെടുക്കും.